ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹാർബർ വാർഡിലാണ്. കോവളം നിയോജകമണ്ഡലത്തിലാണ് ഈ വാർഡ് വരുന്നത്. അവിടുത്തെ കൗൺസിലർ അഫ്സയാണ് എന്നോടൊപ്പം ഉള്ളത്. അതോടൊപ്പം തന്നെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ GS മഞ്ജുവുമുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസം ഈ എൻ്റെ അടുത്ത് നിൽക്കുന്ന വീട്ടമ്മമാരുൾപ്പെടെ കൗൺസിലറുടെ നേതൃത്വത്തിൽ കോർപ്പറേഷനിലെത്തുകയും അവർക്ക് സർക്കാർ സംവിധാനത്തിൽ നിർമ്മിച്ചു കൊടുത്ത ഫ്ലാറ്റിൽ താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയുണ്ടായി. അതായത് 2018 ഈ ഫ്ലാറ്റ് പൂർത്തിയായി. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെയും അതോടൊപ്പം തന്നെ ഗുണഭോക്താവിൻ്റെയും വിഹിതം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഈ ഫ്ലാറ്റിൻ്റെ നിർമ്മാണം പൂർത്തിയായി അവർക്ക് കൈമാറിയത്. എന്നാൽ 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ പല ഭാഗങ്ങളും പൊട്ടി അടർന്നു തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ തൊട്ട് മുൻപ് ഒരു വീട്ടിൽ കയറി. ആ അമ്മയുടെ നെറ്റിയിൽ കോൺക്രീറ്റ് പാളികൾ പൊട്ടി വീണിട്ട് അവരുടെ തല മുറിഞ്ഞിട്ടുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ മുന്നിൽ ചെറിയ കുഞ്ഞുങ്ങൾ ഇപ്പോഴുണ്ട്. ഈ കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഇവിടെ ഓടി കളിക്കുമ്പോഴേക്കും മുകളിൽ നിന്നും കോൺക്രീറ്റ് അടർന്നടർന്ന് വീഴുകയാണ്. ഒരു 350-400ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഒരു 400 ഫ്ലാറ്റുകളിലായി താമസിക്കുന്നത്. അപ്പോൾ കോൺക്രീറ്റിലുള്ള കമ്പിയൊക്കെ തന്നെ താഴേക്ക് തൂങ്ങിക്കിടക്കുകയാണ്. ഇതൊക്കെ കുട്ടികളുടെ ശരീരത്തിലേക്ക് കൊള്ളുകയാണ്. അപ്പോൾ രാത്രി പ്രത്യേകിച്ച് മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ ഇവിടെ ഏറെക്കുറെ എല്ലാ വീടുകളും അടച്ചിട്ടിട്ട് അവരൊക്കെ പുറത്തൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫ്ലാറ്റ് നിർമ്മിക്കുക, അത് 3-4 വർഷം കഴിയുമ്പോൾ തന്നെ ഇടിഞ്ഞു വീഴുക, അതൊക്കെ തന്നെ അങ്ങറ്റം ഗുരുതരമായ ഗൗരവമായ ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ സാധാരണക്കാരായ അടിസ്ഥാന ജനവിഭാഗങ്ങളാണ് താമസിക്കുന്നത്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ എന്ത് പരിഹാരം കണ്ടെത്താം, അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അതിൻ്റെ കാര്യങ്ങളിലേക്ക് അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. 4 വർഷം ഫ്ലാറ്റ് നിർമ്മാണം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അത് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴേക്കും അത് നിർമ്മാണത്തിൽ എന്തെങ്കിലും പാകപ്പിഴ ഉണ്ടായിട്ടുണ്ടോ, സാധാരണക്കാരായ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ് പണം തട്ടിയെടുത്തിട്ടുണ്ടോ ആരെങ്കിലും, മതിയായ കോൺക്രീറ്റ് ചെയ്യുമ്പോഴൊക്കെ തന്നെ മതിയായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടുത്തെ ഒരു വീട്ടിൽ ഒടിഞ്ഞു വീണ, ഇന്നലെ കഴിഞ്ഞ ദിവസം മഴയത്ത് പൊട്ടി വീണ കഷ്ണമാണ്. 4 വർഷം മാത്രം കാലാവധിയുള്ള കോൺക്രീറ്റിൻ്റെ കമ്പികൾ തുരുമ്പെടുത്തിരിക്കുകയാണ്. ആൾക്കാർ പറയുന്നത് ഇതിൽ സിമൻറ്റിൻ്റെ അംശം കുറവെന്നാണ് പറയുന്നത്. എന്തായാലും ഞങ്ങൾ ഈ ഒടിഞ്ഞു വീണ, ഈ അടർന്നു വീണ ഈ പീസ്, കോൺക്രീറ്റിൻ്റെ ഈ പീസ് ഞങ്ങൾ എടുക്കുകയാണ്. അവർ ഞങ്ങൾക്ക് കൈമാറിയതാണ്. ഇതുപോലെ ഏറെക്കുറെ എല്ലാ ഫ്ലാറ്റുകളിലും ചെറുതും വലുതുമായുള്ള പീസുകൾ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമാണ്, ഗുരുതരമാണ്, സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നമാണ്. കാര്യമായ അന്വേഷണം നടക്കണം. അതോടൊപ്പം തന്നെ ഇവർക്ക് ഈ പ്രശ്നം പരിഹരിക്കുവാനുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. കോർപ്പറേഷൻ അതിന് മുൻകൈ എടുക്കും. മനസ്സിലാകും. 91 കോടി രൂപ ചെലവഴിച്ചാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതവും കോർപ്പറേഷൻ്റെ വിഹിതവും കൊണ്ട്, ഒപ്പം ഈ ഗുണഭോക്താക്കളുടെ കയ്യിൽ നിന്ന് ഒരു 10% വിഹിതം അവരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ആ ഫയലുകൾ ഞങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ ഓരോ എത്ര തുകയായി, എന്താണ് കോൺക്രീറ്റിൻ്റെ വ്യവസ്ഥകൾ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. വരും ദിവസങ്ങളിൽ പരിശോധിക്കും. രാജീവ് ആവാസ് യോജനയിലാണ്, RA പദ്ധതിയിലാണ് ഇത് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കി കൂടുതൽ കാര്യങ്ങൾ ഫയൽ പരിശോധിച്ചിട്ട് പറയാം.